നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്ന വീഡിയോയുടെ വിഷയം എന്തെന്ന് വെച്ചാൽ അഭിജിത്ത് മുഹൂർത്തം എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു മുഹൂർത്തവുമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ തന്നെ എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. രാഹുകാലം എന്ന് പറയുന്നത് എല്ലാ ദിവസവും 1.5 മണിക്കൂർ സമയമാണെങ്കിലും ആ 1.5 മണിക്കൂർ സമയം ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായിരിക്കും. അതുമാത്രവുമല്ല, രാഹുകാലം നമ്മുടെ കലണ്ടറിൽ തിങ്കളാഴ്ച രാവിലെ 7:30 തൊട്ട് 9 വരെ ആണെന്ന് കാണുന്നെങ്കിലും അന്നത്തെ സൂര്യോദയം ആ ദിവസം 6:30 എന്നൊരു സമയത്താണെന്നുണ്ടെങ്കിൽ ഈ 7:30 തൊട്ട് 9 എന്നുള്ളത് 8 മണി തൊട്ട് 9:30 എന്നൊരു സമയത്തിനിടയ്ക്കും രാഹുകാലം മാറുന്നതാണ്. അതുപോലെ അല്ല അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ കാര്യം. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെയാണ് അഭിജിത്ത് മുഹൂർത്തം ഉള്ളത്. അതായത് ഈ ഒരു കൃത്യസമയം എന്ന് വെച്ചാൽ ഈ ഉച്ചയ്ക്ക് 12 മണിക്കും 12:30 ഇടയ്ക്കുള്ള സമയം ആണ് പൊതുവായി അഭിജിത്ത് മുഹൂർത്തം എന്ന് തന്നെ പറയുന്നത്. എന്നാൽ 12-നും 12:48 ഇടയ്ക്കുള്ള സമയവും എന്ന് ആണ് അഭിജിത്ത് മുഹൂർത്തമെന്നും ചിലർക്കിടയിൽ ഒരു സംസാരമുണ്ട്. എന്നാലും 12-നും 12:30 ഇടയിലുള്ള സമയമാണ് ഏറ്റവും നല്ല അഭിജിത്ത് മുഹൂർത്തമായി കണക്കാക്കുന്നത്. എന്നാൽ ബുധനാഴ്ച ദിവസത്തെ അഭിജിത്ത് മുഹൂർത്തം ഇങ്ങനെ ഈ സമയത്ത് പറയുന്നെങ്കിലും അതത്ര അല്ല എന്നും ഒരു വിഭാഗം ആളുകൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. എൻ്റെ അഭിപ്രായത്തിലും ബുധനാഴ്ച ദിവസത്തെ ഈ പറയുന്ന സമയം നല്ല കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സമയമല്ല എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. അതുമാത്രമല്ല, ഞാൻ ക്ഷേത്ര സംബന്ധമായ പല വീഡിയോകളും ഇട്ടിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ടില്ലാത്തവർ കാണണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടണം. പിന്നെ ഇനിയും ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾ പലതും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതുകൂടാതെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഈ മഹാന്മാരായ ആൾക്കാരുടെ വീഡിയോകളും ഞാൻ ഇടുന്നതാണ്. അതെല്ലാം എല്ലാവരും നന്നായിട്ട് കാണണം. എൻ്റേതായ ചാനൽ ഒരു ചെറിയൊരു ചാനലാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഇതിനാൽ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവരും സസൂക്ഷ്മം എല്ലാ വീഡിയോകളും കാണണം. ലൈക്ക് പറയും പോലെ എല്ലാം ചെയ്യണം. മുമ്പ് ഇട്ടിട്ടുള്ള ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതെല്ലാം പുറകോട്ട് പോയി കാണണമെന്നും താല്പര്യപ്പെടുന്നു. ഇതാണ് ഇന്നത്തെ വീഡിയോ.